നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുരങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ ഈ ജ്യോതിഷത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനമായി സംസാരിച്ചിരുന്നത്. ജ്യോതിഷം എന്താണ്, പ്രാധാന്യം എന്താണ്, അത്തരം കാര്യങ്ങൾ. അപ്പോൾ ജ്യോതിഷത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രശ്നം നോക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ പ്രശ്നം നോക്കൽ? അത് എപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്? അത്തരം വിശദാംശങ്ങൾ ഒന്ന് പറയാമോ? അതായത് ഈ പ്രശ്നം നോക്കുന്നതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദേവപ്രശ്നം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദേവപ്രശ്നം നടത്തുന്നു പറഞ്ഞിട്ടൊക്കെ ഫ്ലക്സൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ദേവപ്രശ്നം എന്ന് പറയുന്നത് 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഒരു കർമ്മമാണ്. അപ്പോൾ ദേവപ്രശ്നം എന്നുള്ളത് ഈ ദേവന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും കൃത്യമായിട്ട് 12 വർഷം എത്തുമ്പോൾ അത് കൈകാര്യം ചെയ്യും. കാരണം ദേവന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ദേവപ്രശ്നം വയ്ക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദേവൻ എന്ന് പറഞ്ഞാൽ അമരനാണ്, മരണമില്ലാത്തവനാണ്. അതായത് ദേവന് മരണമില്ലാത്തതിൻ്റെ ഒരു കാരണം മനുഷ്യരാണ്. കാരണം മനുഷ്യൻ നമ്മളെ സംരക്ഷിക്കുന്ന ഈ പോസിറ്റീവ് എനർജി, അതായത് അനുകൂല ഊർജം നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി തലമുറകൾക്ക് ഈ അറിവ് ഇങ്ങനെ പകർന്നു കൊടുത്ത് അതായത് നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് പകരുന്നു, നമ്മൾ സന്താനങ്ങൾക്ക് പകരുന്നു. അങ്ങനെ പകർന്നു കൊടുത്ത് ഈ ദേവചൈതന്യം അനുകൂല ഊർജം ഒരു കാരണവശാലും കെട്ടുപോകാതെ നശിച്ചു പോകാതിരിക്കുന്നതിനുള്ള പ്രവർത്തികൾ മനുഷ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ദേവചൈതന്യം ഫുൾ പവറോടുകൂടി നിലനിന്ന് പോകുന്നത്. അപ്പോൾ ദേവചൈതന്യം നിലനിർത്താൻ കാണിക്കുന്ന ഈ ഒരു വ്യഗ്രത മനുഷ്യൻ ഹ്രസ്വകാലമുള്ള, അതായത് ഇന്നത്തെ ആയുസ് 60 വയസ്സ് 80 വയസ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 80 വയസ്സാണെങ്കിൽ പോലും ഈ 80 വയസ്സ് വരെ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ആവറേജ് മനുഷ്യൻ മിനിമം ഒരു 5 വർഷം എത്തുമ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിച്ചാൽ, അതായത് ഇതേവരെ പ്രശ്നം നോക്കാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതേവരെ അതാണ് മുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ 84 വയസ്സിൽ വന്നിട്ട് എനിക്ക് ഇതേവരെ ഗതി പിടിച്ചില്ല എന്ന് നോക്കാൻ. അപ്പം അതൊക്കെ എന്ന് വെച്ചാൽ ജീവിതം പാഴാക്കി കളഞ്ഞവരാണ്. അവരുടെ ആയുസ് കളഞ്ഞു. ഇനിയൊരു കാലത്ത് അവർക്ക് ഒരിക്കലും റിവേഴ്സ് ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത്, ഇപ്പം നമ്മളുടെ അടുത്തൊക്കെ വരുമ്പോൾ ചിലർ 30 വയസ്സിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ കണക്കൂട്ടുന്നത് അവനൊക്കെ ഭാഗ്യവാൻ തന്നെ കണക്കൂട്ടുന്നത്. കാരണം 30 വയസ്സിലൊക്കെ അവൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശി ആ പ്രശ്നപരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നവനെ സംബന്ധിച്ച് ഈ നമ്മളുടെ യാത്രയിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അവൻ ജോലി എടുക്കുന്ന, അതായത് എല്ലാവരും കർമ്മം ചെയ്യണം, ഈ കർമ്മം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയും അവൻ്റെ പ്രതിഫലം അവനിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അവന് കണ്ടെത്താനും സാധിക്കും. അപ്പോൾ ഈ പ്രശ്നചിന്ത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ പ്രശ്നം നോക്കിയിട്ട് അത് കണ്ടെത്തി അത് പരിഹരിക്കുന്നവൻ തന്നെയാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പലരും നമ്മളുടെ അടുത്തൊക്കെ വരുന്നത് ഇങ്ങനെ ഞാനീ പറയുന്ന രീതിയിൽ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയിട്ടൊന്നും ആരും വരാറില്ല. അവർ വരുന്നത് ഏതാണ്ട് എല്ലാം തീർന്നു. അതായത് നമ്മൾ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നപരിഹാരത്തിനൊക്കെ വരുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ച സമയത്തല്ല വരേണ്ടത്. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ആരംഭിക്കുന്ന സമയത്ത്, അതായത് നമുക്ക് അതിജീവനം, ഇന്ധനം കത്തിക്കാൻ കയ്യിലുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ ഇതിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ, കാരണം പ്രശ്നപരിഹാരത്തിന് വരുമ്പോഴും അവിടെ ചിലവുണ്ടാവും. കാരണം ഇന്നത്തെ കാലത്ത് പൂജാപുഷ്പങ്ങൾ വാങ്ങണമെങ്കിൽ പോലും പൈസ കൊടുക്കണം. അപ്പോൾ അതേപോലെ അതിൻ്റെ എണ്ണ വാങ്ങണം. അതേപോലെ ഈ കർമ്മം ചെയ്യുന്ന ആൾക്ക്, ആ പരികർമ്മി നിൽക്കുന്ന ആൾക്ക്, അതേപോലെ ഇപ്പോൾ നമുക്ക് ഈ ചാനലിൽ പ്രോഗ്രാം വരണമെന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റിന് ഈ ചാനലുകാർ പൈസ കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും പൈസ എന്ന് പറയുന്ന സാധനം ചിലവഴിച്ചാൽ മാത്രമേ ഈ പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തുള്ളൂ. ഇത് തന്നെ പല ജനങ്ങളും ഒരു ബോധമില്ലാതെ നമ്മളെ കൊണ്ട് സംസാരിക്കാറുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ 1964 ജനുവരി 12 രാത്രി 12 മണിക്ക് ജനിച്ചു എന്ന് പറയാമോ? എന്തു പറയാമോ? അതായത് ഒന്നുമില്ല, നേരെ ഫോൺ എടുക്കുന്ന ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഈ സംഭവം എൻ്റെ കാര്യം നോക്കാമെന്ന് ചോദിക്കുന്നത്, എന്ത് കാര്യം? അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും ഒരു ബോധമില്ലാതെയാണ് ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രോഗ്രാം കടന്നു വന്നെന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ് ചാർജ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ചാനലിൽ പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലായിടത്തും ചിലവുണ്ട്. ഇപ്പോൾ നമ്മൾ കർമ്മം ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ കർമ്മം ചെയ്ത് കൊടുക്കുന്ന സഹായമായിട്ട് വന്നാൽ ആരെങ്കിലും വെറുതെ ഒന്ന് ചെയ്യുമോ? ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ എവിടെയെങ്കിലും എന്താ ജോലി? ഡ്രൈവറാണ്. വെറുതെ ഒന്ന് വണ്ടി ഓടിച്ചു തരാം? പറ്റില്ല. അതെന്താ? ഞാൻ ജോലി ചെയ്താൽ എനിക്ക് എൻ്റെ കൂലിയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ സംഭവം. ആരെന്ത് ചെയ്യണമെങ്കിലും പ്രതിഫലം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് പോലും ബോധമില്ലാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നിരുന്നാലും അപ്പോൾ പ്രശ്നം നമ്മളുണ്ടോ എന്ന് നോക്കിയിട്ട് അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം നമ്മളുടെ ജീവിതമാണ്, നമുക്ക് ജീവിതം പിന്നിലേക്ക് വലിഞ്ഞു തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെ
നമ്മളത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇന്ധനം ഉണ്ടാവും കത്തിക്കാനായിട്ട്, ധനം ഉണ്ടാവും, നമുക്കത് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് മുടക്കാൻ ഇന്ധനം ഉണ്ടാവും. അതായത് എല്ലാം നശിച്ചിട്ട് റിവേഴ്സ് ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും ധനം കണ്ടെത്തിയിട്ട് വേണം അടുത്തൊരു പരിപാടിയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് പോകാൻ. ഇത് തന്നെ നമുക്ക് തുടങ്ങുന്ന സമയത്ത് കണ്ടെത്തിയാൽ നാശം തടയാനും സാധിക്കും, നമുക്ക് വീണ്ടും അടുത്ത വർക്ക് ചെയ്യാനുള്ള ധനം നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം അങ്ങനെ 2 ഗുണമുണ്ട്. ഇതേപോലെ തന്നെ മാറാരോഗങ്ങൾ വന്നു കഴിയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്ര ചികിത്സിച്ചിട്ടും ഫലിക്കാണ്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ പൂർവ്വകാലത്ത് ജ്യോത്സ്യനും വൈദ്യനും ഒന്ന് തന്നെയായിരുന്നു, 2 അല്ലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജ്യോത്സ്യൻ വൈദ്യം കണക്കാക്കുന്നത് തന്നെ ഈ ജ്യോതിഷം കൂടി നോക്കിയിട്ടാണ് ഈ രോഗി രക്ഷപ്പെടുമോ അതൊക്കെ നോക്കിയിട്ടാണ് ചികിത്സ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവസാന സമയത്ത്, അതായത് ഡോക്ടർക്ക് ഇനി രക്ഷപ്പെടുത്താൻ ഒരു മാർഗ്ഗമില്ലാത്ത സമയത്ത് ഡോക്ടർ പറയും നല്ലോണം പ്രാർത്ഥിച്ചോളാം. ഇത്ര നേരം ഇവർ പറയില്ല. ഈ അടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു, ആശ്രമം മെഡിസിറ്റിയിലെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയുടെ ബന്ധുക്കൾ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ ഇനി ഈ രോഗിക്ക് വേണ്ടി പൈസ ചിലവാക്കണോ വേണ്ടേന്ന്. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജായി ഡോക്ടർ പറഞ്ഞു ഇനി പ്രാർത്ഥന മാത്രമേ ഫലമുള്ളൂ. അപ്പോൾ ഇത് തന്നെ ആദ്യമേ നമ്മൾ പറയുന്നത്, ഡോക്ടർമാർ ഒരിക്കലും മുമ്പ് പ്രാർത്ഥിക്കാൻ അവർ പറയില്ല, കാരണം അവരുടെ പ്രൊഫഷനാണ്, അവർ മാത്രം എടുക്കുന്ന അവർ പറയുള്ളൂ. അതുവരെ എല്ലാവരും അവരവർ കൈകാര്യം ചെയ്യുന്നതാണ് അവരുടെ മിടുക്കാണ്. കൈ വിട്ട് കഴിയുമ്പോൾ മാത്രമേ പറയുള്ളൂ ദൈവിക വഴിയിൽ പോകാൻ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ പറയാണ്, നിങ്ങൾക്ക് മാരക രോഗങ്ങളും മാറാരോഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ശരിയായ വഴി ദൈവിക വഴി തന്നെയാണ്. അതിലൊരു തർക്കമില്ല. ജ്യോതിഷം എന്ന് പറഞ്ഞൊരു തട്ടിപ്പൊന്നുമല്ല. തട്ടിപ്പ് ചെയ്യുന്നവരുണ്ടാകും, അതെല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ വ്യാജ ഡോക്ടർമാരില്ലേ, അപ്പോൾ ഇത് വ്യാജനാണെന്ന് കണ്ടെത്തുന്നപ്പോഴാണ് കാലങ്ങൾ കഴിയുമ്പോഴാണ്. അതേപോലെ ഈ ഡോക്ടർമാരിൽ തന്നെ പഠിച്ച് MBBS അതിന് മേലെ ഡിഗ്രി എടുത്ത് വരണവനും കഴിവുള്ളവനും കഴിവില്ലാത്തവനും ഉണ്ട്. ഡോക്ടർ ഒറിജിനലായിരിക്കും, പക്ഷെ കഴിവ് കുറഞ്ഞ ഡോക്ടറുണ്ടാവും, കഴിവുള്ള ഡോക്ടറുണ്ടാവും. അതേപോലെ ജ്യോതിഷത്തിലും കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ട ഒരു സമ്പ്രദായമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചിലർ പറയും ജ്യോതിഷമൊക്കെ പരമ തട്ടിപ്പാണെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ അടുത്തൊക്കെ വന്നിട്ട് ഒത്തിരി പേര് ജീവിതത്തിൻ്റെ തിരിച്ചറിവിലേക്ക് തിരിച്ചു വന്നിട്ട് സമ്പത്തോടുകൂടി ജീവിക്കുന്നുണ്ട്, രോഗമില്ലാതെ ജീവിക്കുന്നുണ്ട്, വിവാഹം നല്ല രീതിയിൽ നടന്നു പോയിട്ടുണ്ട്, വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ആ ഒരു സമയത്ത് തന്നെ കണ്ടെത്തി റിവേഴ്സ് ആവാൻ അവർക്ക് പറ്റിയതുകൊണ്ട് അവരെല്ലാം ഇന്ന് സന്തുഷ്ടിയോടുകൂടി അവർ ജീവിച്ച് തീർക്കാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്, അങ്ങനെ തന്നെ വേണം. ഈ ജ്യോതിഷം അങ്ങനെ ഒരു തട്ടിപ്പായൊരു ശാസ്ത്രമൊന്നുമല്ല, ശരിക്കുള്ള ശാസ്ത്രത്തിനോട് കിടപിടിക്കുന്ന ഒരു സാമ്പ്രദായിക ശാസ്ത്രം എന്ന് ചില മണ്ടന്മാർ പറയുന്ന ഒരു ശാസ്ത്രമാണ്. ശരിക്കും സാമ്പ്രദായിക ശാസ്ത്രമല്ല, ഇത് ശാസ്ത്രം തന്നെയാണ്. അല്ല, സാമ്പ്രദായിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് പഠിച്ചു വന്നുകൊണ്ട് പറയുന്നതാണ്. അല്ലാതെ ശരിക്കും മറ്റുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതുമാത്രം യന്ത്രവൽകൃത ശാസ്ത്രവും ഇതൊരു തട്ടിപ്പ് ശാസ്ത്രം ഒന്നും ധരിക്കണ്ട. ഇതെല്ലാം, അതായത് ഒരു മനുഷ്യൻ്റെ മരണം പ്രവചിക്കാൻ യഥാർത്ഥ ജ്യോത്സ്യന് സാധിക്കും, ഒരു വിഡ്ഢിയായ ജ്യോത്സ്യനാണ് അത് പ്രവചിക്കാൻ സാധിക്കാതെ. പിന്നെ ഞങ്ങളുടെ ഗുരുവൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും മരണം പ്രവചിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഭഗവാനാണ് ആയുസ് കൊടുക്കുന്നത്, അല്ല നമ്മളല്ല. ഇതിനൊക്കെ പുരാണങ്ങളിൽ കഥയുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിലൊക്കെ കഥ കൊടുത്തിട്ടുണ്ട്. 16 വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞു ശിവൻ പ്രത്യക്ഷപ്പെട്ട് നീട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മരണം പ്രവചിക്കാൻ ആരാ നമ്മൾ പറഞ്ഞു? അപ്പോൾ വിഡ്ഢിയായ ജ്യോത്സ്യന് അതൊക്കെ മരണം ഇത്ര ശേഷം ചിന്ത്യം ഇതും പറഞ്ഞ് എഴുതി, അല്ലെങ്കിൽ 64 വയസ്സ് വരെ കണ്ടുള്ളൂ, 40 വയസ്സിന് മേലെ കണ്ടില്ല, അതുകൊണ്ട് ഭയന്നു പോയെന്നൊന്നും വിചാരിച്ച് ഒരാളും ഭയക്കേണ്ട കാര്യമില്ല. അതൊക്കെ അപൂർണനായ ജ്യോത്സ്യനാണ്. പൂർണ്ണ ജ്യോത്സ്യനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ളത് എഴുതില്ല. അപ്പോൾ ഞാനൊക്കെ ജ്യോതിഷം എഴുതി കൊടുക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു 120 വയസ്സ് തന്നെ എഴുതാൻ പറ്റുമെന്ന് നോക്കും, അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു 80, 84, 90 എഴുതും. അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് 90 വയസ്സ് വരെ ആയുസ്സുണ്ട്, ആ ഒരു ധൈര്യം. ഇതാണ് ജ്യോതിഷം. നമ്മൾ അകലെ കാണുന്ന ദീപം കാണിച്ച് നടത്താനാണ് പൂർവികാചാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ജാതകം വായിക്കുമ്പോൾ, ഈ ജാതകത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ നമ്മളോടെപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജാതകം വായിക്കരുത്, അവനവന്റെ ജാതകം അയാൾ തന്നെ എടുത്ത് വായിക്കരുത്, അയാളുടെ ജീവിതത്തിൽ ഒരു വയസ്സ് കുറഞ്ഞു പോകുമെന്നൊക്കെ. അതിലൊക്കെ ഒരിക്കലും ഇല്ല. ഇതെല്ലാം വെറും അന്ധവിശ്വാസങ്ങളാണ്. ഇത് തന്നെ ഈ ജാതകം വായന എന്ന് പറഞ്ഞ സമ്പ്രദായം പോലും ഇല്ല. അതിന്റെ കാരണമാണ് ഈ പറഞ്ഞ, ഈ ജാതകം വായിക്കാൻ എഴുതുന്നവൻ വിഡ്ഢിയാണെങ്കിൽ അവൻ അവൻ്റെ അറിവ് വെച്ചാണ് എഴുതുന്നത്. അങ്ങേരെ എഴുതും. ഇപ്പം ഈ അടുത്ത് എൻ്റെ അടുത്ത് പൂജാപരിഹാരത്തിന് വന്ന ഒരു ക്രിസ്ത്യൻ സമുദായം ചോദിച്ചൊരു ചോദ്യമാണ്. അദ്ദേഹം പൂജാപരിഹാരത്തിന് വരാൻ തന്നെ ഒരു കാരണം ഈ ജാതകമാണ്. മകൻ്റെ ജാതകം എഴുതിച്ചു, അപ്പോൾ അതിൽ 40 വയസ്സ് വരെ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ആൾ പേടിച്ചു പോയി. അങ്ങനെയാണ് നമ്മളുടെ അടുത്ത് വന്നത്. 40 വയസ്സ് വരെ ജ്യോത്സ്യനെ എഴുതിയിട്ടുള്ളൂ. കാര്യം ക്രിസ്ത്യാനിയാണ്, എന്നിരുന്നാലും അത് കണ്ടതുകൊണ്ട് ഭയന്ന് വന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭയമാണ് മനുഷ്യനെ എന്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഈ 100 വയസ്സ് വരെ ജയിക്കുമെന്ന് പറഞ്ഞാൽ എഴുതണവൻ എത്രയോ പേര് പെടുമരണം മരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അവൻ്റെ ജാതകത്തിൽ എത്ര വയസ്സ് എഴുതി വെച്ചിരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഈ മരണം എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ലോട്ടറിയാണ് മരണം എന്ന് കോമഡി ഷോയിൽ ഒരു വിദ്വാൻ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. അതായത് മനുഷ്യന് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ലോട്ടറി ടിക്കറ്റാണ് മരണം. അത് എപ്പോൾ അടിക്കും
എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ എന്ന്. അവർ കോമഡിയിൽ പറഞ്ഞൊരു കോമഡി ആണെങ്കിൽ പോലും അത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലൊരു യാഥാർത്ഥ്യമാണ്. ഈ ജനിക്കുമ്പോൾ തന്നെ 1 വയസ്സിലും വേണമെങ്കിൽ ലോട്ടറി അടിക്കാം, 5 വയസ്സിലും ലോട്ടറി അടിക്കാം, ചിലപ്പോൾ യോഗമുണ്ടെങ്കിൽ അത് 80 വയസ്സിലും അടിക്കാം. അപ്പം മരണം എന്ന് പറയുന്നത് കോമഡിക്കാരൻ പറഞ്ഞ പോലെ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലോട്ടറി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ മരണത്തെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മനുഷ്യൻ മരണത്തെയാണ്. ഈ മരണഭയം വരുമ്പോൾ മാത്രമേ ഇതിൻ്റെയൊക്കെ പിന്നാലെ വരുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് മരണഭയം നോക്കിയിട്ടല്ല നിങ്ങൾ വരേണ്ടത്. നമ്മളുടെ ജീവിതം നമുക്ക് എവിടം വരെ എത്തിക്കാൻ സാധിക്കും എന്ന് അറിയുന്നതിനുള്ള ഒരു സത്യമായ ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. അല്ലാതെ യുക്തിവാദികൾ പറയുന്ന പോലെ തട്ടിപ്പിനുള്ളൊരു ശാസ്ത്രമല്ല. നമ്മുടെ ജീവിതം ഏത് വഴിയിലേക്ക് വഴിതിരിച്ച് വിടണം, നമുക്ക് ഉയരാനുള്ള കഴിവുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ തീർക്കാം, അതിനുവേണ്ടിയുള്ളൊരു ശാസ്ത്രമാണ്. ആ രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കുക. പ്രണവത്തിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.